നിങ്ങൾക്ക് ചിക്കൻ കാണുമ്പോൾ വിചാരിക്കും ഇന്ന് എന്താണ് സ്പെഷ്യലി ഇഫ്താറായിട്ടെന്ന്. ഇന്ന് യമനി മന്തിയാണ്. അപ്പം അതിനായിട്ട് നമ്മളിത് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ ചെറിയ ജീരകം, 2 വെളുത്തുള്ളി, 1 ടീസ്പൂൺ പൊടിക്കാത്ത കുരുമുളക്, പിന്നെ ഉപ്പ്. ഇതിൽ പൊടിക്കാത്ത മല്ലി ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ അതുപോലെ തന്നെ പൊടിച്ച കുരുമുളക് ഉണ്ടെങ്കിലും അതായാലും മതി. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് പൊടിക്കാൻ പോയ നേരത്തെ മസാല, ഇത്തിരി ഓയിൽ, ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി മിക്സ് ചെയ്ത് അരച്ച് പേസ്റ്റ് ആക്കിയതാണിത്. ചിക്കനിലേക്ക് ഇത് നമ്മൾ സെറ്റാക്കി എന്താ പറയുക എടുത്ത് വയ്ക്കാം. അപ്പോൾ കത്തി എടുത്തിട്ട് കത്തിയോ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ നൈസായിട്ട് ചിക്കൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യല്ല, ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് മസാല കഴിക്കണം. അപ്പോൾ നന്നായിട്ട് ചിക്കൻ ഇത് നന്നായിട്ട് കുത്തി കൊടുക്കാം. ഇനി മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. തേച്ച് കൊടുക്കണം മസാല. നന്നായിട്ട് തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി. കൂടുതൽ നേരം വെക്കണം എന്നായിട്ടുള്ളൊരു രസമുള്ളൂ കേട്ടോ. പക്ഷെ ഞാനൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് വരെ വെക്കുന്നുള്ളൂ. കാരണം നമ്മൾ മറ്റേ റൈസിനുള്ള മസാല സെറ്റ് ചെയ്യുമ്പോഴേക്കും ഒരുവിധം ആവട്ടെ എന്ന് വെച്ചിട്ടാണ് അത്ര ടൈം വെക്കുന്നത്. മസാല നല്ല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പിടിക്കണം കേട്ടോ, മസാല നന്നായിട്ട് പിടിക്കണം. ഞാൻ 9 പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ വലിയ പീസായി കട്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കനനുസരിച്ച് മസാല സെറ്റ് ചെയ്യണം കേട്ടോ. എത്രത്തോളം ചിക്കൻ എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് പൊടികളുടെയും അളവ് കൂട്ടണം, കുറയ്ക്കണം. ചിക്കൻ കുറവാണെങ്കിൽ കുറയ്ക്കണം. അങ്ങനെ എടുക്കുന്നതിനനുസരിച്ച് മസാല സെറ്റ് ചെയ്താൽ മതി. പിന്നെ അടുത്തത് ഞാൻ ഫുഡ് കളറാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഫുഡ് കളർ ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ചിലർക്ക് നിർബന്ധമില്ല, ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ആഡ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇല്ല, സാധാ കഴിക്കാനാണെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്യാറില്ല. കാരണം ഹെൽത്തി അല്ല, നമുക്കറിയാലോ. ഹെൽത്തി അല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണമെന്ന് മാത്രം. ഫുഡ് കളർ നമുക്ക് ജസ്റ്റ് അധികമൊന്നുമില്ല, ഇത്തിരി ഒരു തുണ്ട് ഫുഡ് കളർ എടുത്തിട്ട് അതിലേക്ക് ഇത്തിരി വെള്ളം വെച്ച് മിക്സ് ചെയ്തതാണ്. അധികമൊന്നുമില്ല. നിങ്ങൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. വേണമെങ്കിൽ ഇച്ചിരി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഫ്രീസറിൽ വെക്കണവരുണ്ട്. ഇത് ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ. മസാല നന്നായിട്ട് പിടിക്കും കൂടുതൽ ടൈം വെച്ചാൽ. നമുക്ക് ടൈമില്ലാത്തവർക്ക് വേണ്ടിയുള്ളൊരു മന്തിയാണ് കേട്ടോ. നമ്മൾ റൈസിനുള്ള പാത്രം വെച്ചിട്ടുണ്ട് മസാല സെറ്റ് ചെയ്യാനൊക്കെ. നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താണ് കോട്ടിങ്ങൊക്കെ പോയ പാത്രമൊക്കെ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഓർമ്മകളാണ് ഈ പാത്രം. കുഞ്ഞായിരുന്നപ്പോൾ ഒരു 5ാം ക്ലാസ് തൊട്ടൊക്കെ ഈ പാത്രം ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ ഒരു മെമ്മറിയാണ് ഇത് ഫുള്ള്. ഈ പാത്രം എന്ന് പറയുന്നത് പറയില്ല, ഓരോ സാധനങ്ങളും ഐറ്റം നമുക്ക് കിട്ടും. വളരെ സന്തോഷകരമായ മെമ്മറീസ് തരുന്നതായിരിക്കും. അതിലൊന്നാണ് ഈ പാത്രം. കുഞ്ഞുനാൾ തൊട്ട് ഉമ്മച്ചിയുടെ ബിരിയാണി എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്യണ പാത്രമാണ്. നമ്മൾ ചൂടായ ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചാൽ മതി. ഓയിൽ ചൂടാവട്ടെ. ഓയിൽ ചൂടാകുമ്പോൾ ഞാൻ ഇടാൻ പോണത് പട്ട, കറാമ്പൂ, ഏലക്ക ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ചെറിയ ജീരകം ഇത്തിരി. വേണമെങ്കിൽ ചിലർക്ക് ഉണക്ക നാരങ്ങ ഇടാം, പിന്നെ ബേ ലീഫില്ല അതിടാം. പക്ഷെ നമുക്ക് ഇപ്പോൾ ഓരോരുത്തർ ഇഷ്ടമാണ്. മുഴുവനായിട്ട് അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടോ. എൻ്റെ ഇതില്ല. സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഉള്ളത് കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു മന്തിയാണ് കേട്ടോ. ഓയിൽ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ഇടാം.
കട്ട് ചെയ്ത് വെച്ച സവാളയാണ്. ഞാനൊരു 3 വലിയ സവാളയാണ് കട്ട് ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇടാൻ പോണത് 2 ക്യാപ്സിക്കം, പിന്നെ മാഗി ക്യൂബ്സ് 2 പിന്നെ ഒരു 4 വെളുത്തുള്ളി കുഞ്ഞിതാക്കി ചെറിയ പീസായി കട്ടാക്കി ഇതിലേക്കിടാൻ പോണ്. നമുക്കിനിത് കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. തുറന്ന് നോക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരുവിധം സവാളയും അടി പിടിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാളയും ക്യാപ്സിക്കവും ഒരുവിധം വഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ മസാല കൂട്ടി വെച്ച ചിക്കൻ ഇടാം. ഓരോരുത്തർക്ക് ഓരോ ലെഗ് പീസ് ഉണ്ട് കേട്ടോ. അടി കൂടണ്ടെന്ന് വെച്ചിട്ടാണ് ലെഗ് പീസ് ഇട്ടിരിക്കുന്നത്. നോമ്പ് തുറക്കുമ്പോൾ തന്നെ ഒരു ഫൈറ്റ് വേണ്ടല്ലോ. ചിക്കൻ ഇതിൽ കിടന്ന് വേവട്ടെ കേട്ടോ. നമുക്ക് അടച്ചു വെച്ച് ചിക്കൻ വേവിക്കാം. ഓക്കെ, ഇടയ്ക്ക് ചിക്കൻ അടച്ചു വെച്ചാലും ഇടയ്ക്ക് നോക്കണം അടി പിടിക്കുന്നുണ്ടോ. പിന്നെ ചിക്കൻ എങ്ങനെ കുഴഞ്ഞു മറിയുന്നുണ്ടോ. ഓവർ വേവ് വേണ്ട, ഒരു ഹാഫ് വേവ് എടുത്താൽ മതി. ഓക്കെ, ചിക്കൻ അത് കഴിഞ്ഞിട്ട് ഓയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കാനുള്ളതാണ്. ഹാഫ് വേവിൽ എടുത്താൽ മതി ചിക്കൻ. ഓക്കെ, നമ്മൾ ചിക്കൻ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയിൽ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചതാണ് കേട്ടോ. അത് ഹാഫ് വേവ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്ത് മാറ്റാം. ഓരോ പീസ് എടുത്ത് മാറ്റാം. ഇതിലേക്ക് അരി അളന്ന് വെച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാൻ 1 കിലോ അരി ഗ്ലാസ്സിൽ അളന്നിട്ട് അതിനനുസരിച്ചാണ് വെള്ളം ഒഴിക്കുന്നത്. നിങ്ങൾ എത്ര കിലോ അരിയാണ് എടുക്കുന്നത് അത് അളന്ന് പാകമാക്കി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി ലേശം ഉപ്പിടാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഇത്രയാണ് ഉപ്പ് ഞാൻ ആവശ്യത്തിന് ഇട്ടാൽ മതി. ഉപ്പ് ഞങ്ങൾക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരി ഇതിലേക്ക് ഇടാം. കുറച്ച് ഓയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഓവറായിട്ട് ഫ്രൈ ആക്കണ്ട, ഒരുവിധം ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ നോക്കി നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നന്നായിട്ട്. ഞാൻ സിമ്മിൽ തിളച്ചിട്ടുണ്ട് നന്നായിട്ട്. നമുക്കിനി അരി ഇടാം കേട്ടോ. നന്നായിട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മൾ അരി ഇട്ടു. അപ്പുറത്ത് നിങ്ങൾ പൊരിയിടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അത് ജസ്റ്റ് ഞാൻ മറ്റേ ചിക്കൻ മസാല നമ്മൾ വേവിച്ചില്ല, ചിക്കൻ ജസ്റ്റ് ഒന്ന് ഓയിലിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നു. ജസ്റ്റ് ഒന്ന് കേട്ടോ, ഓവർ ഫ്രൈ അല്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അരി മൂടി വെച്ച് വേവിക്കാം. ഇടയിൽ നിങ്ങൾ ഇടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കാനും വേവ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ അടി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ജസ്റ്റ് ഞാൻ ഇളക്കി കൊടുത്തിട്ട് മൂടി വയ്ക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതായിട്ട് വരാം. ഓക്കെ ഗായ്സ്, നമ്മൾ മന്തി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് ഓക്കെ ഗായ്സ്, റൈസ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ഫില്ലിങ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇല്ലേ, ജസ്റ്റ് ഓയിലിൽ ഫ്രൈ ചെയ്ത ചിക്കൻ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം.
പീസ് ഗായ്സ്. സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഇത്തിരി കളർ വേണം. ഇനി ഇത് അടച്ച് വെച്ച് അരമണിക്കൂറായിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഫിനിഷ്.